4/5 എത്ര കൂടുതലാണ് 1/2/5? 4/5 എത്ര കൂടുതലാണ് 1/2/5? ഒരു ചോദ്യത്തിൽ എത്ര കൂടുതലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ചോദ്യത്തിൽ എത്ര കൂടുതലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കാണാൻ എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ള സംഖ്യയിൽ നിന്ന് എത്ര കൂടുതലാണ് എന്നതിന് മുമ്പുള്ള സംഖ്യ കുറയ്ക്കുക. എത്ര കൂടുതലാണ് ചോദിച്ചാൽ ഉത്തരം കാണാൻ എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ളതെന്ന് എത്ര കൂടുതലാണ് എന്നുള്ളതിന് മുമ്പുള്ളത് കുറയ്ക്കുക. അപ്പോൾ എത്ര കൂടുതലാണെന്നുള്ളതിന് ശേഷം ഇവിടെ എന്താ 1/2/5. എത്ര കൂടുതലാണെന്നുള്ളതിന് മുമ്പുള്ളത് എന്താ 4/5. അപ്പോൾ 1/2/5 4/5 കുറയ്ക്കണം. 1/2/5 4/5 കുറയ്ക്കണം. ഈ 1/2/5 എന്താ? ഇത് മിശ്ര ഭിന്നാണ്. അതായത് ഒരു എണ്ണൽ സംഖ്യയും ഒരു ഭിന്നസംഖ്യയും കൂടി ചേർന്നതാണ്. 1/2/5 ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിലൊരു എണ്ണൽ സംഖ്യയുണ്ട്, ഒരു ഭിന്നസംഖ്യയുണ്ട്. അത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മൾ മിശ്ര ഭിന്നം പറയുക. ഈ മിശ്ര ഭിന്നത്തിനെ നമ്മൾ ആദ്യം സാധാരണ ഭിന്നാക്കി മാറ്റണം. മിശ്ര ഭിന്നത്തിനെ സാധാരണ ഒരു ഫ്രാക്ഷനാക്കി മാറ്റണം. അതെങ്ങനെ അറിയോ? ഈ എണ്ണൽ സംഖ്യ കൊണ്ട് ഛേദത്തെ ഗുണിക്കുക. എണ്ണൽ സംഖ്യ കൊണ്ട് ഛേദത്തെ, അതായത് 1 × 5 5. എന്നിട്ട് അംശം അങ്ങോട്ട് കൂട്ടുക. 5ൻ്റെ കൂടെ 2 കൂട്ടിയ 7. ഈ ഛേദം ഇടുക 7/5. എണ്ണൽ സംഖ്യ ഇവിടെ 1 ആണ്. 1 കൊണ്ട് ഈ ഛേദം 5നെ ഗുണിക്കുക. 1 5 5. അതിനോടുകൂടി അംശമായി 2 കൂട്ടുക. 5 2 7. ഛേദം ഈ 5 തന്നെ ഇടുക. അപ്പോൾ 1/2/5 മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? 7/5. കുറയ്ക്കണം. ഈ 4/5 നമ്മൾ അതുപോലെ ഇട്ടു, 4/5. ഇനി നോക്കൂ, 2 ഭിന്നസംഖ്യകൾ കുറയ്ക്കുമ്പോൾ എന്താണ്? ഛേദങ്ങൾ തുല്യമാണ്. ഇവിടെ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ കുറച്ചാൽ മതി. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ 7 4 കുറച്ചാൽ 3 ഛേദം അതുപോലെ ഇടുക. ഛേദം കുറയ്ക്കരുത്, ഛേദം അതുപോലെ ഇടുക. അപ്പോൾ അംശങ്ങൾ കുറയ്ക്കുമ്പോൾ 7 4 കുറച്ചാൽ 3 ഛേദം 5. ഉത്തരം 3/5.